ഞാനിത് എവിടാ കണ്ടിട്ടുള്ളതെന്നറിയോ? നമ്മൾ ഈ വാഗമണ്ണൊക്കെ പോത്തില്ലേ, അപ്പൊ ഈ മതിലും പുറത്തിരുന്നിട്ട്. ഹായ് ഹലോ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര 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 എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുന്നിലിരിക്കുന്ന മുതൽ തന്നെ ഇതിനെ കാണാൻ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലമായി. ഇപ്പോഴാണ് നടന്നത്. ഇവർ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവരുണ്ടാവില്ല. അങ്ങനെ ഞങ്ങളെ അറിയാത്തവരൊക്കെ ഈ സീൻസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ലെസ്സാന്ന് വിചാരിക്കും. അമ്മാതിരി കോപ്രായാണ് അവിടെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് എവിടാ കണ്ടിട്ടുള്ളതെന്നറിയോ? നമ്മൾ ഈ വാഗമണ്ണൊക്കെ പോത്തില്ലേ, അപ്പൊ ഈ മതിലും പുറത്തിരുന്നിട്ട്. അപ്പൊ ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിളിക്കുന്നത് ജാസ്മിൻ ചേച്ചി എന്നാണ്. വീടിനാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ എൻ്റെ കൂടെ നിന്ന ആള്. അപ്പം ഞങ്ങൾ 3 പേര്, ജാസ്മിൻ റേച്ചൽ ബേബി, ജെഫിൻസ മാത്യൂസ്, ഞങ്ങൾ 3 പേര് കൂടിയാണ് ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇവരെ 2 പേരും കൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഇയർ തൊട്ട് ഞാനും ജോയിൻ ചെയ്തു. അങ്ങനെ എറണാകുളത്തെ ഹെഡ് ഓഫീസും ചെന്നൈയിലെ ഹെഡ് ഓഫീസും ഒരുമിച്ചിരിക്കുകയാണ്. ആരും പേടിക്കേണ്ട, ജെഫിൻസ മാത്യൂസ് ഒന്ന് ഈസ്തെറ്റിക്കലി ചിരിച്ചതാണ്. ഇതാണ് ജാസ്മിൻ റേച്ചൽ ബേബിയുടെ അച്ചു. ഇതവരുടെ ഫുൾ ഫാമിലി ഉണ്ട്. അവരെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന ഞങ്ങളാണ് അവരെ കൊണ്ടുവന്നത്. ഇവരുടെ വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിലും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇതാ അവർ പോകാൻ നിൽക്കുകയാണ്. പോകാനൊന്നും വലിയ മനസ്സില്ല, നടപ്പ് കണ്ടാലേ അറിയാം. എന്നാലും പോയല്ലേ പറ്റും. അങ്ങനെ അവരും അച്ഛനും കൂടെ ട്രെയിൻ കയറാൻ പോവാണ്. ബി.എഡ് തുടങ്ങി ഇന്ന് വരെ ഞാൻ ആർക്കെങ്കിലും ഒരു ദിവസം പോലും മെസ്സേജ് അയക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിവരാണ്. ഇവരോട് മാത്രമാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ളത്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അവർ ആ വാതിൽക്കൽ തന്നെ നിന്നു കേട്ടോ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷമാണ് പോയത്. ഒരു വിഷമം. അപ്പം എന്നാൽ ഓക്കെ, ടാറ്റ ബൈ ബൈ.